ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മുടെ പൂർവികർ സ്വർഗത്തിലാണോ നരകത്തിലാണോ? അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഈശോയെ, ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ പറയാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് ഒരാത്മാവും നശിച്ചു പോകാതിരിക്കുവാൻ അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ കുരിശിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം ഞങ്ങളെ ഓരോരുത്തരും കഴുകണമേ. മരണാന്തര ജീവിതത്തിനെ പറ്റി ചിന്തിക്കാനും ഞങ്ങളുടെ ആത്മാവ് നിത്യതയിലേക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ സഭയിലെ എല്ലാ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കേരളത്തിലെ വിശുദ്ധരായിട്ടുള്ള അൽഫോൻസാമേ, മറേന്ദ്രേസ്യാമേ, ഏവിപ്രാശാമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എന്നിൽ നിന്നും കേൾക്കുന്നവർ കൂടുതൽ ആത്മീയരായി ജീവിക്കാനും ആത്മാവ് നശിച്ചു പോകാതെ നിത്യതയിലേക്ക് അവരെ നയിക്കുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഇവിടെ നിന്ന് എടുത്തു മാറ്റണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇറങ്ങി വരണമേ. സ്വർഗം തുറക്കപ്പെടട്ടെ. ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവേ, ഞങ്ങൾക്ക് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര, ആമേൻ. നമ്മുടെ വിഷയത്തിലേക്ക് എത്തണതിന് മുമ്പ് ദൈവം ജത്രൂദിന് കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. 1000 ആത്മാക്കളെ സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു പ്രാർത്ഥന. അതൊന്ന് നമുക്കൊന്ന് ഇപ്പോൾ ഏറ്റു പറയാം. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ഓപ്പൺ ചെയ്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് വായിക്കാം. അങ്ങനെ 1000 ആത്മാക്കളെ നമുക്ക് വെറും 2-3 മിനിറ്റ് കൊണ്ട് സ്വർഗത്തിലേക്ക് വിടാൻ പറ്റും. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് പോയ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടിയാണ്. ശുദ്ധ ജത്രൂദിനോട് കർത്താവ് പറഞ്ഞു, ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. ലോകത്തിലെ 1000 പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് ഏറ്റുപറയാം. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനും ഏകകർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനും ഉള്ള സകല പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലെ തലമുറകൾക്കും ഉള്ള സകല പാപികൾക്കു വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞു പറയുമ്പോൾ സുസ്ഥി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം 1000 ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയി. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന 1000 പേര് മാനസാന്തരം പെടുകയും ചെയ്തു. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന നിങ്ങൾ ചെല്ലണം. അങ്ങനെ മറ്റ് ആത്മാക്കളെ നമ്മൾ സ്വർഗത്തിലേക്ക് വിടുകയും
നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബ് ചെയ്തത് ഇരുന്നിട്ടായിരുന്നു. ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിന്നിട്ട് 7 മണിയായി ഷട്ടർ പകുതി അടച്ചിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് വരുന്ന ഒരു പ്രശ്നവും ഇല്ല. ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ 2 വ്യക്തികൾ മരണപ്പെട്ടു. അപ്പോൾ അവരിലൂടെ നേരിട്ട് കേട്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അമ്മയുടെ മൂത്ത ആങ്ങള രാജൻ എന്നാണ് ആളുടെ പേര്. ആളുടെ ഒരു മോള് വിളിച്ചിട്ട് പറഞ്ഞു, ഷെറിനെ 1-2 മാസം ആളെ ഒന്ന് സഹായിക്കണം, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ കടയാണല്ലോ, അപ്പോൾ മരുന്ന് പിടിക്കാനും അതിനൊക്കെ ആളെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ആളായിട്ട് കൂടുതൽ നേരം സംസാരിക്കാൻ ഇടയായി. ഇരിഞ്ഞാലക്കുടയാണ് അവർ താമസിക്കുന്നത്. ഇദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ കത്രിയുടെ പള്ളിയിൽ കുർബാനയ്ക്ക് വരും. ചിലപ്പോൾ 1-2 കുർബാന കൂടും. പ്രായമായ ആൾക്ക് ചിലപ്പോൾ ആരാധനയ്ക്ക് ഇരിക്കും. അങ്ങനെ ഒരുപാട് സമയം ദൈവത്തിൻ്റെ മുന്നിലിരിക്കും. അങ്ങനെ ഒരു ദിവസം ആൾ പറയുന്നത് ഏകദേശം ഒരു 40 കൊന്ത ആള് ചെല്ലുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോയി. കിടക്കാൻ ഓർക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആളും അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ സന്ദർഭത്തിൽ ഒരുപാട് ആത്മാക്കൾ, അതായത് ഈ ലോകത്തുള്ള കുറച്ച് ആത്മാക്കൾ, അതിൽ നമ്മുടെ നാട്ടിലുള്ളവരുണ്ട്, നീഗ്രോ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പല പ്രദേശത്തു നിന്നും ആത്മാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പം അദ്ദേഹം പറയാണ്, ഷെറിനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് വേണ്ടി, പക്ഷേ എനിക്ക് രാത്രി ഉറക്കം എൻ്റെ ശരിയാവണില്ല, ഞാനാണെങ്കിൽ ക്ഷീണിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ അങ്കിളോട് ഞാൻ ചോദിച്ചു 1-2 കേസുകൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാലും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ പറ്റില്ല. അപ്പാപ്പൻ സ്വർഗത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളായിട്ടും അപ്പാപ്പനായിട്ടും അങ്കിള് കാണാറുണ്ടായിരുന്നു. എൻ്റെ അപ്പാപ്പൻ സ്വർഗത്തിലെത്തിയ ആള് ചിരിയോടുകൂടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മാമ്മയും സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഇവർ 2 പേരും നല്ല ചിരിയോടുകൂടി വന്ന് കണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയുന്ന ആൾ കൂടുതൽ നോക്കും ആരൊക്കെയാണ് എൻ്റെ കൂടെയുള്ളവർ സ്വർഗത്തിലേക്ക് പോയേക്കണം എന്ന്. അങ്ങനെയാണ് എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും സ്വർഗത്തിൽ പോയിട്ടുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ആളുടെ ഒരു ബന്ധത്തിലല്ല, പുറത്തൊരാൾ, അദ്ദേഹം വന്നത് ഒരു പിശാചിൻ്റെ രൂപത്തിലാണ് വന്നതെന്ന് പറഞ്ഞത്. നമ്മൾ പറയുന്ന പോലെ ലുട്ടാപ്പി ഈ പോലെ കൊമ്പൊക്കെ വെച്ചിട്ട് വരുന്ന പോലെ വന്ന് അദ്ദേഹത്തെ അറിയുന്നതാണ്. വന്നു, ഈ ക്യാപ്പ് എടുത്ത് പുറത്ത് വെച്ചു, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി, കണ്ടു, ചിരിച്ചു, ആള് പിന്നെ പോയി. അതായത് മരിച്ചു കഴിഞ്ഞിനി നരകത്തിൽ നിന്നും ദുഷ്ടാത്മാക്കളും ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഇവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ 1-2 കൂട്ടുകാരന്മാരും പറഞ്ഞിട്ടുണ്ട്, അതേ ദിവസം തന്നെ രാത്രി നല്ല വെള്ള ഡ്രസ്സ് ഇട്ട് ചിരിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന്. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ചിലവർക്ക് ഭീതിപ്പെടുത്തുന്ന അനുഭവമായിരിക്കും. ചിലവർക്ക് ഏത് നേരം മരിച്ച ആൾക്കാർ ദുഃഖമായിട്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അവർ കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിലേക്ക് പോയവർ ചിലപ്പോൾ 1-2 പ്രാവശ്യം വരുള്ളൂ. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഇതുവരെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവർ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരാവാം, നിങ്ങളുടെ ഭർത്താവാകാം, നിങ്ങളുടെ മക്കളാവാം, നിങ്ങളുടെ ഭാര്യയാവാം, നമുക്ക് കൂട്ടുകാരാവാം, എത്രയും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിച്ചവർ, നമ്മുടെ ചില ബുദ്ധിമുട്ടിൽ നമ്മളെ നല്ല നിലയിലേക്ക് എത്തിച്ചവർ. അപ്പം നമുക്ക് അവരെയൊന്നും മറക്കാൻ പറ്റില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുപരി അവർ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഒന്ന്, സാധാരണ രീതിയിൽ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കും, മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ്,
നല്ല പ്രവൃത്തികൾ ചെയ്യും. പാവപ്പെട്ടവരെ സഹായിക്കുക, ധ്യാന കേന്ദ്രങ്ങളിൽ പൈസ കൊടുക്കുക, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ എത്തി നോക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ഭാര്യയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഏത് സമയം മനുഷ്യൻ മരിക്കാം. മരണഭയം നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ 50 വയസ്സുണ്ടെങ്കിൽ തന്നെ ഈ കോവിഡ് വന്ന് വാക്സിനേഷൻ എടുത്തോടുകൂടി ഒരുപാട് പ്രായം കുറഞ്ഞവർ മരിച്ചു തുടങ്ങി. ഇവിടെ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമുക്കൊരു 70 വയസ്സ് 80 വയസ്സ്, നമ്മുടെ 70 വയസ്സിലൊക്കെ നമുക്ക് ഒന്ന് മരണത്തിലേക്ക് നമുക്ക് ഒരു ചിന്തയിലേക്ക് വരാം. പക്ഷെ നാളെ കണ്ണ് തുറക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. ഈവൻ നമ്മൾ ഒരു മൊബൈല് അറ്റ്ലീസ്റ്റ് 1 ഇയർ സർവീസ്, ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഐറ്റം നമുക്ക് അവർ അറ്റ്ലീസ്റ്റ് 1 ഇയർ സർവീസ് വാറണ്ടിയെങ്കിലും തരുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വാറണ്ടിയും ഇല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ബന്ധത്തിലുള്ള ആളും കൂടി മരിച്ചത് ഇപ്പം 41 കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ആയിട്ടുള്ളൂ ആൾ മരിച്ചിട്ട്. അതായത് എൻ്റെ അമ്മാമ്മയുടെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്, അവർ ഫാമിലിയായിട്ട് ബോംബെയിലാണ് താമസം. അദ്ദേഹത്തിന് കോവിഡ് ടൈമിൽ ആൾക്ക് കോവിഡ് പിടിപെട്ട് ലെൻസും കംപ്ലീറ്റ് ഡാമേജായി, അങ്ങനെ ഐസിയുയിൽ കുറേ നാൾ കിടക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം പോയെന്നാണ് ആൾ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട്ട് വേറൊരു ലോകത്ത് പ്രവേശിച്ച പോലെ അദ്ദേഹത്തിന് തോന്നി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പിശാച് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു സ്ഥലത്ത് നിർത്തുന്നതും, പിശാച് ഒരു 4 സ്റ്റെപ്പ് കയറിയിട്ട് നരകത്തിൻ്റെ താക്കോല് തുറക്കാൻ പോകുന്നതുമാണ് ദർശനത്തിൽ ആൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഒരു മാലാഖ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മാലാഖ അദ്ദേഹത്തോട് ഒന്നും പറയുന്നില്ല. അപ്പോൾ പിശാച് വന്ന് ലോക്ക് തുറക്കുന്നു, നരകത്തിൻ്റെ കവാടം തുറന്ന് ഇദ്ദേഹത്തിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോകണം. ആ സന്ദർഭത്തിൽ പിശാച് ഇങ്ങോട്ട് തിരിഞ്ഞ വശം ആൾക്ക് എന്തോ കിട്ടി, കയ്യിൽ എടുത്തു, പിശാചിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. എറിഞ്ഞ വശം സെക്കൻഡുകൾ ശേഷം ആൾക്ക് ബോധം വന്നു. ഇത് ഞങ്ങൾ ബോംബെയിലായിരിക്കുമ്പോൾ അദ്ദേഹം പറയായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് പറഞ്ഞു, നമുക്ക് ദൈവം ഒരു നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു സമയം തന്നേക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പാപികളാണ്. നമുക്ക് കരുണയുടെ സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെയധികം പിന്നെ പ്രാർത്ഥിച്ച് ഒരുപാട് നന്നായിട്ടാണ് ആൾ ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ആൾ മരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ അങ്കിളും ഈ ഇവിടുത്തെ ബോംബെയിലത്തെ അങ്കിളും രംഗത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ പൂർവികർ നമുക്ക് അധ്വാനിച്ച് ഇവിടെ ജീവിക്കുവാൻ, നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, നമുക്ക് സ്വത്ത് തന്നു, നമുക്ക് നല്ല സ്ഥലത്ത് വീടും മറ്റുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തന്നത് ആരാ? നമ്മുടെ പൂർവികരാണ്. അവർ അധ്വാനിച്ച് അവർക്ക് നമുക്ക് വേണ്ടി നേടിത്തന്നാണ്. പണ്ടത്തെ തലമുറ ഞാൻ കേട്ടിടത്തോളം അവർ ഈ കണ്ടമാനം അധ്വാനിക്കുന്നവരായിരുന്നു. ഇന്നത്തെ പോലെ ആളുകളല്ല. ഇന്ന് നമ്മൾ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. അന്ന് അങ്ങനെയില്ല. അവർ എല്ലാ മക്കൾക്കും എന്തൊക്കെ ചെയ്യണം അതിനുവേണ്ടി മരണം വരെ അധ്വാനിക്കുന്നവരായിരുന്നു പണ്ടത്തെ തലമുറ. അപ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ നമ്മളാണ് അവരെ സ്വർഗത്തിലേക്ക് വിടേണ്ടത്. അതിന് ഏറ്റവും ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു വശമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് അവിടെ അവതരിപ്പിക്കാറ്. പ്രത്യേകിച്ചും കൗൺസിലിങ്ങിൽ അവിടെ കൗൺസിലേഴ്സ് പല ആൾക്കാരായിരിക്കും. ഒന്ന് ആത്മീയമായിട്ട് നല്ല പവറുള്ളവരുണ്ടാവും. ചിലവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർ നല്ലൊരു ആൻസർ ആയിരിക്കും തരാം. പക്ഷെ ദൈവം സംസാരിക്കുന്ന ആളുകളുണ്ട്, കൗൺസിലേഴ്സ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം BLM പോയപ്പോൾ
അവിടെ ഒരു ചേച്ചി എൻ്റെ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ പറയാണ്. അപ്പം അങ്ങനെ അത്ര ആത്മീയമായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ധ്യാനത്തിന് പോകുമ്പോൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ രണ്ടാമത്തെ ധ്യാനത്തിന് പോകുമ്പോഴാവും നല്ല കൗൺസിലർ കിട്ടുക. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ BLM-ൽ നിങ്ങൾക്ക് പോവാം, അവിടെ പോയി നിങ്ങൾ അവരുമായിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ദൈവം അവർ ബൈബിൾ തുറന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ദൈവം ഡയറക്റ്റ് അവർക്ക് സിഗ്നല് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒന്നും നിങ്ങളെ പറ്റി അറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേര് പറയും, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇന്ന തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരുവിധം കാര്യങ്ങൾ അവർ പറയും. ആത്മീയമായി ജീവിക്കണം, നമ്മുടെ ഇനി വരുന്ന ജീവിതത്തിൽ നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ മാറ്റി എങ്ങനെ നയിക്കണമെന്ന് അവർ പറയും. പോട്ട, BLM അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആത്മീയമായിട്ട് സംസാരിക്കുന്ന കൗൺസിലേഴ്സിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവരായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവർ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, അവരെ പറ്റി നിങ്ങൾ ചോദിക്കുക, അവർ പറയുന്നത്. അപ്പം ദൈവം ശരിയായ രീതിയിൽ അവരിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ എങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് നയിക്കാം, നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ നല്ല രീതിയിൽ അവർ പറയും. ദൈവം ശരിക്കും അവർക്ക് സംസാരിച്ച് അവരെങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു തരും. നമ്മൾ കൊല്ലത്തിലൊക്കെ ഒരു ധ്യാനത്തിന് പോകണം, എന്നാൽ മാത്രമാണ് ഇന്നത്തെ ലോകത്ത് നമുക്ക് ആത്മീയമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ആത്മീയമായി നിൽക്കണമെങ്കിൽ നമുക്കൊരു ശക്തി വേണം. അപ്പം നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമ്മളെ വളർത്തി നമുക്ക് ഇന്ന് ആയിരിക്കുന്ന നിലയിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മളെ പൂർവികരുടെ കഠിനാധ്വാനമാണ്. അപ്പം അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ 5 മക്കളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 6 മക്കളുണ്ട്. പഴയ തലമുറ ആണെങ്കിൽ മക്കൾ കൂടുതലാണോ? ഈ 5-6 പേര് കൊല്ലത്തിൽ ചിലപ്പോൾ 5 പേരും ധ്യാനം കൂടുണ്ടാവും. അപ്പോൾ 5 പേര് അല്ലെങ്കിൽ 6 പേരാണ്. അവർക്കും ഈ ചെല്ലുമ്പോൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറയാം, ഇന്ന കാര്യം, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സംസാരിച്ച് എന്തൊക്കെ ചെയ്യേണ്ട നടപടികൾ നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന നമ്മൾ എത്തിക്കണം. മരിച്ചവർക്ക് വേണ്ടി യേശുവിൻ്റെ രക്തത്താൽ മാത്രമാണ് അവർ കഴുകപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന്, നമ്മുടെ അടുത്തുള്ള ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റു ദേവാലയങ്ങളിൽ നമ്മൾ വിശുദ്ധ കുർബാന എത്തിക്കാൻ വേണ്ടി, ഇവർക്ക് വേണ്ടി മരിച്ചവരുടെ കുർബാന എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പോകണം. ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സന്ദർഭത്തിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 30 കുർബാന 30 ദിവസം കണ്ടിന്യൂ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയായിട്ട് ഞാൻ കുറച്ച് യൂട്യൂബ് ഇതുപോലത്തെ കേട്ടപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് വൈഫിനോട് പറയാൻ, ഒരു ദിവസം 5 കുർബാന, അതിപ്പോൾ ഇന്ന ഇടവേല് വേണമെന്നില്ല, മറ്റു പല സ്ഥലത്തും 5 കുർബാനെങ്കിലും മറ്റുള്ള ഇടവേല് കൂടി എത്തിച്ച് ഒരു മാസത്തിൽ 150 കുർബാന എനിക്ക് എത്തിക്കണം എന്ന് പറയാൻ ഞാൻ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയി എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ അച്ഛന് കൊടുക്കുക, കാശ് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഇടവകയിൽ അങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെയാണ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആണ്ടിലൊരിക്കൽ കുർബാന അല്ലെങ്കിൽ 2 കുർബാന 3 കുർബാന എത്തിച്ചുകൊണ്ട് അവർ സ്വർഗം പ്രാപിക്കണമെന്നില്ല. നമ്മളപ്പോൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. വിശുദ്ധ കുർബാന നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് എത്തിക്കാനും ഒരുപാട് കുർബാനകൾ അവരെ എത്തിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി അവരെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കണം. ശുദ്ധീകരണ സ്ഥലത്തും നമ്മൾ തീയിൽ കിടക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. ചിലർ പാപത്തിൻ്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടവർ. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിൽ ഓരോ ദിവസം നമ്മൾ കുറച്ച് ശുദ്ധീകരിച്ച് വരാം. അതായത് നമ്മുടെ വേദനകൾ കുറഞ്ഞുകൊണ്ടിരിക്കും.
പക്ഷേ നരകത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വേദന കണ്ടിന്യൂ തന്നെയായിരിക്കും. അവർ തീയിൽ തന്നെയായിരിക്കും. അവരുടെ ആത്മാവ് നശിച്ചു പോവുകയില്ല. പക്ഷെ കണ്ടിന്യൂ വേദനയിൽ തന്നെയായിരിക്കും അവർ ഉണ്ടാവുള്ളൂ. നമുക്ക് നരകത്തിൽ പോയവരോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ പറ്റും. ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ ഒരു യൂട്യൂബിൽ കേട്ടാണ്. അത് ഒരു വിശുദ്ധനാവാൻ പോകുന്ന ഒരു അച്ഛൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ ചോദിച്ചു, എന്താ ഇത്രയധികം കരയാൻ ഭാരപ്പെടുത്താൻ കാരണം? അപ്പോൾ കന്യാസ്ത്രീ പറയാണ്, എൻ്റെ അനിയൻ ആത്മഹത്യ ചെയ്തു. നിരാശ മൂലം. ഇന്നറിയാലോ നമുക്ക് നിരാശ, മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ സമ്മർദ്ദത്തിലാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത്. പല കാരണങ്ങളുണ്ടാവും. അപ്പം ഈ വിശുദ്ധനാവാൻ പോകുന്ന അച്ഛൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു അനിയന് വേണ്ടി. അപ്പോൾ ആൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഈ ആത്മാവ് നരകത്തിൽ പോയിട്ടില്ല. ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിലും നരകത്തിലേക്ക് പോയിട്ടില്ല. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണ് നമ്മുടെ ധാരണ. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാവരും നരകത്തിലേക്ക് പോകണമെന്നില്ല. അതിന് കാരണമായിട്ട് ഈ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരിച്ച ആത്മാവ് അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം വീട്ടിൽ നിന്ന് പൂക്കൾ പൊട്ടിച്ചിട്ട് മാതാവിന് വേണ്ടി കാഴ്ചവെച്ചായിരുന്നു. നമ്മളൊക്കെ കണ്ടല്ലേ, നമ്മൾ വീടുകളിൽ നിന്ന് പൂക്കളൊക്കെ വെച്ച് പൊട്ടിച്ച് നമ്മുടെ പള്ളിയിൽ മാതാവിൻ്റെ അടുത്തും ഔസേപിതാവിൻ്റെ അടുത്തൊക്കെ നമ്മൾ വെക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ മരിച്ച ആത്മാവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളായാലും, നമുക്ക് ചിലപ്പോൾ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഭക്ഷണം വയ്ക്കണം, മറ്റുള്ള കാര്യങ്ങളായാലും. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. നമ്മുടെ മക്കളെ വിശുദ്ധ കുർബാനയ്ക്ക് പറഞ്ഞയക്കണം. അവർക്ക് അതിൻ്റെ ഒരു ഗുണങ്ങൾ മരണശേഷം അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒന്നും തള്ളി പറയാൻ പറ്റില്ല. ഒരാളെയും നമുക്ക് വിധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിക്കാണ്ടും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്ക് നമ്മൾ പ്രഷർ ചെലുത്തണം. നമുക്ക് പൂർവികരായി തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് നടക്കുന്നില്ല. അതിന് നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും. ചിലപ്പോൾ അവരായിട്ട് ഗുസ്തി പിടിക്കേണ്ടി വരും. അതായത് അവരോട് നല്ല രീതിയിൽ പറഞ്ഞ് അവരെങ്ങനെയും വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാനും നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിന് നമ്മൾ കണക്ക് ചിലപ്പോൾ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുമ്പോൾ അവിടെ നമുക്ക് ഈ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, മരണസമയത്ത് തന്നെ അവിടെ തനത് വിധി നടക്കുന്നുണ്ട്. സെയിം ടൈമിൽ നമ്മൾ കർത്താവിനെ കാണുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ പിന്നീട് സ്വർഗത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോവാം. അതിനെയാണ് തനത് വിധി. ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ നല്ല കള്ളനെ തന്നെയാണ്. അദ്ദേഹം നല്ല കള്ളൻ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ ആൾക്ക് കർത്താവിനോട് ചോദിക്കാൻ തോന്നി, എന്നെയും കൂടി ഓർക്കണമേ. നല്ല കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ ആയിരിക്കുമെന്ന് പറയുന്നത് കർത്താവ് മരണശേഷം. അതുപോലെ തന്നെ ധനവാൻ ലാസറിന്റെ സംഭവത്തിൽ ലാസർ മരിച്ച ആ നിമിഷം തന്നെ അബ്രാഹത്തിന്റെ മടിയിൽ വന്നു എന്നാണ് പറയുന്നത്. ഞാൻ കൂടുതൽ കാണുന്ന ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയിട്ട് ഒരു ആലിസ് ഫ്രാൻസിസ് ചേച്ചിയുടെ കാത്തലിക് വർക്കർ ബി, അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബിൽ 13ാം സെഞ്ച്വറിയിൽ ജർമ്മനിയിൽ 2 വൈദികർ അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആരാണ് ആദ്യം മരിക്കുന്നത് അവർക്ക് വേണ്ടി കുർബാന ചെല്ലാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 2 പേരും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ ഒരു അച്ഛൻ മരിച്ച ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് മരിക്കുന്നത്. അപ്പോൾ മറ്റേ അച്ഛൻ ഇതൊക്കെ മറന്നുപോയി, എന്നാൽ ആൾ പ്രാർത്ഥിക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട്,
അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും, കുർബാന എത്തിക്കും, മരിച്ചവരുടെ കുർബാനയൊക്കെ എത്തിക്കും. പക്ഷേ കുറേ നാളുകളായിട്ടും അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്തിൽ തന്നെയായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അനുവദിച്ചാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന് മറ്റേ അച്ഛന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ, താങ്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുർബാന എത്തിച്ചിട്ടുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നിട്ടും ശുദ്ധീകരണ സ്ഥലത്തിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവ് പറയാണ്, നീ എനിക്ക് വളരെ കുറച്ച് വിശുദ്ധ കുർബാനയാണ് എത്തിച്ചിട്ടുള്ളൂ, ഒരുപാട് വിശുദ്ധ കുർബാന എനിക്ക് വേണ്ടി എത്തിക്കണം. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് തന്നെ കഴുകിയാൽ മാത്രമാണ് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം മടങ്ങി. ഈ അച്ഛൻ എല്ലാ അച്ഛന്മാരും വിളിച്ച് പറഞ്ഞു, ഇന്ന് ഈ കുർബാന സമർപ്പിക്കണം, ഈ വ്യക്തിക്ക് വേണ്ടി മരിച്ചവരുടെ കുർബാന എത്തിക്കണം. അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് അച്ഛന്മാരോട് പറഞ്ഞ് കുർബാന എത്തിച്ചു. ഈ അച്ഛൻ രണ്ടാമതും വരെയാണ്, ഞാൻ എൻ്റെ എല്ലാ പ്യൂരിഫിക്കേഷൻ നടന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു ഈ അച്ഛൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇങ്ങനെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന എത്തിച്ചാൽ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുള്ളൂ. നമ്മൾ 1 2 കൊല്ലത്തിൽ 3 കുർബാന എത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് മരിച്ചവരുടെ ഒപ്പീസ് എത്തിച്ചുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ലേ? അവർ പ്യൂരിഫിക്കേഷൻ ആയി തന്നെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് 50 അല്ല 100 വിശുദ്ധ കുർബാന നമ്മൾ എത്തിക്കണം. ഇന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് തന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന ഇടയിൽ എനിക്ക് ശക്തമായിട്ടൊരു പ്രചോദനം ഉണ്ടായി, ഇങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്യണത്. ഇന്ന് പുലർച്ചെ 3 മണി തൊട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇതിനെപ്പറ്റി പല ചിന്തകളും എൻ്റെ മനസ്സിൽ വന്ന് അത് ഞാൻ അപ്പനെ ഓരോ വേർഡായിട്ട് ഞാൻ മൊബൈലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കും. ചിലപ്പോൾ അരമണിക്കൂർ ഇങ്ങനെ കടന്ന് ഒരു മയക്കത്തിലാവും വേറെ വേർഡ് വരും. അങ്ങനെ പല കാര്യങ്ങൾ വന്ന് അങ്ങനെ രൂപീകരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത്. ഞാനിങ്ങനെ യൂട്യൂബും ഇപ്പോൾ കുറച്ചും കൂടി ആത്മീയത വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒന്നും അത്ര ആത്മീയത ഉണ്ടായില്ല. പക്ഷെ ദൈവം എന്നെ ഇതിനു വേണ്ടി എടുത്തതായിരിക്കാം. ധനവാന്റെ ലാസറിൻ്റെയും ഉപമയിൽ ധനവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നരകത്തിലാണ്, നീ ആരെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ച് അവരോട് നല്ലൊരു ജീവിതം നയിക്കാൻ പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അവിടെ ഉള്ള ആളുകൾ പോലും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ അനുസരിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകത്തിൻ്റെ ഒരു അവസാന നിമിഷത്തിലേക്കാണ് നാം പോകുന്നത്. ശുശ്രൂഷ ചെയ്യുന്നവരും യൂട്യൂബ് ചാനലുള്ളവരും പറയുന്നത് കരുണയുടെ അവസാന മണിക്കൂറാണ്. നമുക്ക് 2030 കർത്താവിൻ്റെ 2ാമത്തെ വരവ്. പക്ഷെ പൈശാചിക ശക്തികൾ നിറഞ്ഞാടുകയാണ് എന്ന് നമ്മുടെ ഇടയിൽ തന്നെ. നമുക്ക് യാതൊരു കുറ്റബോധമില്ല. ഈ ലോകത്തിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കൂടി വന്ന 80 വയസ്സ് 100 വയസ്സ്. നാളെ നമ്മൾ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ഉറപ്പില്ല. പക്ഷെ നമ്മുടെ നിത്യജീവൻ നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ കൂടെയാണെന്നൊരു ചിന്ത, ഒരു ആത്മീയത നമ്മൾക്ക് വരണമെങ്കിൽ നമ്മൾ ധ്യാനങ്ങൾ കൂടണം, ആത്മീയ യൂട്യൂബ് ചാനലുകൾ നമ്മൾ കേൾക്കണം. ഒരു ആത്മീയത നമ്മളിലേക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആത്മീയത കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആത്മീയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ ഭൗതിക കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അകൽച്ച നമുക്ക് പാലിക്കേണ്ടി വരും. നമുക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് ഒരു ധനവാൻ സ്വർഗത്തിലേക്ക് പോകാമെന്ന് അത്രയ്ക്ക് കഠിനമാണ്. ഒരു ഒട്ടകം ഒരു സൂചിയുടെ കുഴിയിലേക്ക് പോകാൻ, നമ്മളെ തുന്നുന്ന സൂചിയുടെ കുഴിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് ഓരോ ദിവസത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ വിഷമമാണ് തോന്നുന്നത്.